വളരെ ധന്യമായ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ. ആത്മനിർഭർ നാരി പ്രകാശനം ചെയ്യുക എന്ന ദൗത്യം ശ്രീ എം രാജേന്ദ്ര പ്രസാദ് എന്നെ ഏൽപ്പിച്ചപ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ വളരെ പ്രിയപ്പെട്ട സുധാകരേട്ടനാണ് എന്ന് അറിഞ്ഞത് പിന്നെയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിൽ ഈ പുസ്തകം നൽകി ഇത് പ്രകാശനം ചെയ്യാൻ പറ്റിയത് അതൊരു അസുലഭമായ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുക. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ എത്ര കഥകളാണ് പ്രസിദ്ധീകൃതമായിട്ടുള്ളത്, എത്ര കഥകളാണ് സിനിമയായിട്ടുള്ളത്, സീരിയലുകളായിട്ടുള്ളത് എന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ അറിയുമോ എന്ന് എനിക്ക് സംശയം. എണ്ണത്തിൽ അത്രയേറെ ബാഹുല്യം അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഉണ്ട്. അതെല്ലാം ഒന്നിനൊന്ന് ജനപ്രിയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനപ്രിയത എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടൊക്കെ കരുതുന്ന ശ്രീ എം രാജീവ് കുമാർ അതിനെക്കുറിച്ച് പറയുകയുണ്ടായല്ലോ. അത് ഈ സിനിമയുടെ കാര്യത്തിലുമൊക്കെ അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് ഏറ്റവും ജനപ്രിയമാകുന്നത് അത് ഏറ്റവും മികച്ചതാണ് എന്ന് തന്നെയാണ്. കാര്യം ഞാൻ ജനങ്ങളെ അത്രമാത്രം ആദരവോടുകൂടിയാണ് കാണുന്നത്, നമ്മുടെ പ്രേക്ഷകരെ, ആസ്വാദകരെ, അനുവാചകരെ. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു ആസ്വാദക സമൂഹത്തെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പല നിരൂപകന്മാരും ഒക്കെ അതിനെ സമീപിക്കുന്നത്. ജനപ്രിയത എന്ന് പറയുന്നത് തീർച്ചയായും അത് മനുഷ്യ മനസ്സുകളെ അത്രയേറെ ആഴത്തിൽ സ്പർശിക്കുമ്പോഴാണ് അത് ഏറ്റവും പ്രിയങ്കരമായി മാറുന്നത്. ഇപ്പൊ ഒരു മികച്ച സിനിമ കണ്ടാൽ അല്ലെങ്കിൽ ഒരു മികച്ച പുസ്തകം വായിച്ചാൽ അതൊരു ഏറ്റവും തീവ്രമായ ഒരു അനുഭവം അനുവാചകനിലേക്ക്, ആസ്വാദകനിലേക്ക്, പ്രേക്ഷകരിലേക്ക് പകരുമ്പോഴാണ് അത് ഏറ്റവും മികച്ച ഒരു കലാസൃഷ്ടിയാകുന്നത് എന്നാണ് എന്റെ ഒരു ബോധ്യം. ആ അർത്ഥത്തിൽ ജനപ്രിയത അത് ഏറ്റവും മികച്ചതിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഏറ്റവും അലങ്കൃതമായ ഒരു വേദിയിൽ സാന്നിധ്യമാകാൻ പറ്റിയതിന്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ആദ്യമേ അറിയിക്കുകയാണ്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വരുമ്പോ കാണിക്കേണ്ട ഒരു നീതി എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ പുസ്തകം എനിക്കത് വായിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചില യാത്രകളിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പുസ്തകത്തെ കുറിച്ച് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ധാരണ മാത്രമാണ് എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ളത്. എങ്കിലും ശ്രീ എം രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകന്, നാടക പ്രവർത്തകന്, നടനെ ഒക്കെ ഞാൻ കുറെയൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടം കേരള കൗമുദിയിൽ ന്യൂസ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ച് വാർത്തകളുടെ ലോകത്തിങ്ങനെ വിരാജിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഈ കഥകളിലൂടെ ഞാൻ കടന്നുപോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കിയപ്പോ ചിലത് എന്റെ മനസ്സിലുടക്കിയത് അദ്ദേഹത്തിന്റെ ഈ ഒരു നിരീക്ഷണ പാഠമാണ്. ഈ ലോകത്തെ, ഈ കാലത്തെ, ഈ ലോകത്തെ മനുഷ്യരെ, മറ്റു സഹജീവികളെ, മനുഷ്യ അവസ്ഥകളെ ഒക്കെ അദ്ദേഹം നിരീക്ഷിക്കുന്നതിന്റെ ഒരു പാഠവും ഇതിൽ ചില വരികളിലൊക്കെ എനിക്കത് പ്രകടമായി തന്നെ കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥ ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ കഥകളെല്ലാം ഒരുപോലെ മികച്ചതാണോ എന്നൊന്നും എനിക്കിപ്പോ വിലയിരുത്താൻ ഞാനാണല്ലോ. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് വായിച്ച് അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഒരു അഭിപ്രായം പറയാം. പക്ഷേ ചില തലക്കെട്ടുകൾ എന്നെ ഒറ്റ വായനയിൽ തന്നെ എന്റെ മനസ്സിലുടക്കിയത്. അതിൽ ആദ്യത്തെ ആ കഥയുടെ പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്താം. അതെ, പലപ്പോഴും ഈ ചരിത്രം എന്നത് അതിലടയാളപ്പെടുന്നവരെക്കാൾ അല്ലെങ്കിൽ ചരിത്രം സൃഷ്ടിക്കുന്നവരെക്കാൾ
ഒരുപാട് പേർ ഈ ചരിത്രത്തിന്റെ പിന്നിലുണ്ടാകും. പക്ഷെ അവരൊന്നും പലപ്പോഴും ചരിത്രത്തിൽ അടയാളപ്പെടാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോകുന്നവരാണ്. ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമരം തന്നെ എടുത്താൽ നമുക്ക് ഗാന്ധിജിയോ നെഹ്റുവോ സർദാർ വല്ലഭായ് പട്ടേലോ അല്ലെങ്കിൽ ഭഗത് സിംഗോ ഇതുപോലെയുള്ള ചരിത്ര പുരുഷന്മാരൊക്കെയാകും നമ്മുടെ സ്മരണകളിൽ, ചരിത്ര ലിപികളിൽ, ചരിത്രത്തിൽ അടയാളപ്പെട്ടവരായി നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ എത്രയോ പേരുടെ ധീരമായ പോരാട്ടങ്ങളും രക്തസാക്ഷിത്വവും അവരൊക്കെ ജീവൻ നൽകി എത്ര മനുഷ്യർ അവർ നേടിത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ അവർ പലരും ചരിത്രത്തിൽ എവിടെയും അടയാളപ്പെടാൻ ഭാഗ്യം ലഭിക്കാതെ പോയവരാണ്. അവർ ചരിത്രത്തിന്റെ ഒരു താളുകളിലും അടയാളപ്പെടാതെ പോയ ഒരുപാട് മനുഷ്യരുടെ സംഭാവനയാണ് ഈ ലോകം. നമ്മളിന്ന് വർത്തമാനകാലത്ത് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും നമുക്ക് നേടിത്തന്നതിന്റെ പിന്നിൽ ഒരുപാട് മഹാമനുഷ്യരുടെ, ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താതെ പോയ ഒരുപാട് മനുഷ്യരുടെ വലിയ ത്യാഗങ്ങളും വലിയ സംഭാവനകളുമുണ്ട്. അതൊക്കെ നന്ദിയോടെ ഓർക്കേണ്ടവരാണ് നമ്മൾ. ചരിത്രത്തിൽ അടയാളപ്പെടാതെ പോകുന്നവരാണ് അധികവും. ഇവിടെ അട്ടപ്പാടിയിലെ മധുവിനെ കുറിച്ചാണ് ആ കഥയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മധു ഒരു ചരിത്രം സ്വയം സൃഷ്ടിക്കുന്നത് പോലെയായി മാറി. അതൊരു മിത്ത് പോലെയൊക്കെയാണ് ഇന്ന് അട്ടപ്പാടിയിലെ മധു നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ളത്. ഈ ബിഷപ്പ് എന്ന് പറയുന്നത് ഒരു കുറ്റമാണോ, അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് പറയുന്നത് ഒരു ശിക്ഷ അർഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജനകീയ വിചാരണ നേരിടേണ്ട ഒരു വലിയ അപരാധമാണോ എന്നൊക്കെയുള്ള ചോദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തുന്ന ഒരു വർത്തമാനകാലത്തെ ഒരു വലിയ സംഭവമാണ്.